അടി കിട്ടിയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഇനി ഒരുപാട് അടിച്ചു തരാട്ടോ. ശേഷം നമ്മുടെ ഒരു സാറിനെ നമ്മൾ കാണാൻ വന്നിരിക്കുകയാണ് ആഫ്റ്റർ എ ലോങ് ടൈം. അങ്ങനെ നമ്മുടെ സാറിനെ കണ്ടിരിക്കുകയാണ് ഒരുപാട് നാളെ. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളും കലാലയ ജീവിതം, പിന്നെ അധ്യാപകർ പഠിക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ അവരെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ആ ടൈമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ വരും, അവർക്ക് മനസ്സിലാവുന്നില്ല, പിന്നെ മനസ്സിലാവും. അപ്പോൾ സാറിനെ കാണാം, നമ്മുടെ സാറന്മാരെ കാണാം. പക്ഷേ സാറേ എന്തുകൊണ്ട് സാറ് ടെക്നിക്കൽ സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ച സാറാ. നമസ്കാരം സാറ്. സാറേ എന്തൊക്കെയുണ്ട് വിശേഷം? ആ പഴയ കാലമൊക്കെ ഓർക്കാറുണ്ടോ? തീർച്ചയായിട്ടും. അതെ വലിയ അനുഭവങ്ങളല്ല. അപ്പോൾ സാറിന് നമ്മൾ അടൂർ പോളിയിൽ നമ്മുടെ സാറന്മാരെ കാണാൻ വന്നതാണ്. പിന്നെ നമ്മുടെ വെണ്ണിക്കുളം പോളിയിൽ സാറുണ്ട്, ഉണ്ണിത്താൻ സാറ്. നമസ്കാരം. ഓർമ്മയുണ്ടോ വെണ്ണിക്കുളത്തെ നിമിഷങ്ങൾ? ഒരുപാട് അലമ്പായിരുന്നു, ഇപ്പം റെഡി ആയതാ. സാർ അതുകൊണ്ടിരിക്കുന്നോ? പിന്നെ ഇനി മെയിൻ ഒരാളുണ്ട്. നമ്മളെ സ്കൂളിൽ പഠിക്കുമ്പം എല്ലാ കൂട്ടത്തിലും സാറുമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉടക്കം ഉണ്ടാക്കത്തില്ലേ, പക്ഷെ പിന്നെ നമ്മൾ ഭയങ്കര കമ്പനി ആയിരിക്കും. ആ ഒരു അദ്ദേഹമാണ് നമ്മുടെ ഹരീഷ് സാറ്. എന്തൊക്കെയുണ്ട് സുഖമല്ലേ? ഒരുപാട് നാളെ കണ്ടു, ഒത്തിരി ആളെ കണ്ടിട്ടില്ലേ? അത് കണ്ട്, എന്നാലും നമ്മൾ ഇത്ര ക്ലോസ് ആയിട്ട് കാണുന്നത് ഏതാ അല്ലേ? പിന്നെ കൂടെയുള്ള സാറിന് പേര് എങ്ങനെയായിരുന്നു? സാറിന് പേര് എങ്ങനെയായിരുന്നു? ഇനി നമുക്കൊരു മെയിൻ ഒരു കാക്കിക്കുള്ള കലാകാരൻ എന്ന് പറയുന്ന പോലെ സാറിനത് കണ്ടാത്ത വന്നൊരു സാറുണ്ട്, കാണിച്ചു തരാം. നമ്മുടെ ആശാന്റെ പേരെ നമ്മൾക്കാർക്ക് അറിയാമല്ലോ. ഞാൻ വിചാരിച്ചു ഇവിടെ പഠിക്കുമായിരിക്കും, പഠിപ്പിക്കാന്നാ പറയുന്നത്. ആണോ? ഏതാ പഠിപ്പിക്കുന്നത്? മെക്കാനിക്കൽ അല്ലേ? അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ആ കുട്ടികൾക്ക്. ഓക്കെ. സാർ ഇവിടെ ഏതൊക്കെ കോഴ്സാണ് ഉള്ളത്? നമ്മളുള്ളത് അടൂർ പോളിയിലോട്ടോ. ഏത് കോഴ്സാണ് ഉള്ളത്? ഇവിടെ നമുക്ക് മെക്കാനിക്കൽ, പോളിമർ ടെക്നോളജി, ആർക്കിടെക്ചർ, ഈ മൂന്നിൻ്റെയും റെഗുലർ കോഴ്സും കൂടാതെ ലാറ്ററൽ എൻട്രി ഉണ്ട്. +2 VHSC കഴിഞ്ഞ കുട്ടികൾക്ക് 2ാം വർഷത്തിലേക്ക് ഡയറക്റ്റ് പ്രവേശനം കൊടുക്കുന്ന രീതിയിലുള്ള സ്കീമും ഉണ്ട്. അപ്പോൾ അത് ഒട്ടേറെ തൊഴിൽ സാധ്യത ഉള്ളവരാണ്. അപ്പോൾ നിങ്ങളെ ഇൻഫ്ലുവൻസേഴ്സ് കൂടുതൽ കുട്ടികളിലേക്ക് 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ കുട്ടികളിലേക്ക് ഇത് എത്തിച്ചാൽ വളരെ നല്ലതായിരിക്കും. തികച്ചും ഇതൊരു യാദൃശ്ചികമായിട്ട് ഞാൻ സാർമാരെ കാണാൻ വന്നതാണ്. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല, വന്നപ്പോൾ നമ്മൾ ചോദിച്ചറിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഇപ്പം ഒരു ഏത് മേഖലയിലായാലും ടെക്നിക്കൽ പരമായിട്ടുള്ള ആൾക്കാർ വളരെ കൂടുതലാണ്. വരും കാലഘട്ടങ്ങളിലും അഡ്വാൻസ് ടെക്നിക്കൽ നോളജൊക്കെ പഠിക്കാനും എല്ലാം തീർച്ചയായിട്ടും ഒരു ബേസിക്കാണ് ഡിപ്ലോമ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കയറി പോകാം, ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലെത്താം. സാറൊക്കെ ബിടെക് ആ സമയത്ത് എടുത്ത് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിൽക്കുന്നുണ്ട്, അതുപോലെ നമുക്ക് ആവാൻ പറ്റും. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈഫ് സെക്യൂർ ആക്കുക. സ്കൂൾ ജീവിതത്തിൽ വെച്ചിട്ട് ഇപ്പം ആ ഒരു നിമിഷം എങ്ങനെയുണ്ട്? അന്നത്തെ കാലം അന്നത്തെ കാലം വളരെ മനോഹരമായിരുന്നു. ഞങ്ങളുടെ ബാച്ചൊക്കെ ഉണ്ട്. നിങ്ങളുടെ ബാച്ച് പിന്നെ അന്നത്തെ ഞാൻ പ്രതീക്ഷയ്ക്ക് ഒത്തു തന്നെ എത്രയും അലമ്പായിരുന്നു, അത്രയും തന്നെ ഇപ്പോഴും അലമ്പായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഇതിലോട്ട് വരുന്ന പ്രതീക്ഷയായിരുന്നു നമുക്കിങ്ങനെ കാണുന്നത്? ഒരിക്കലില്ല. കാരണം അക്കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള പിന്നെ സോഷ്യൽ മീഡിയ സ്ട്രീമുകളൊന്നും അത്ര ഇതായിരുന്നില്ല. പിന്നീട് നിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫേസ്ബുക്കിലൂടെ കാര്യങ്ങൾ കാണുമ്പോൾ നല്ലൊരു ഉന്നതിയിൽ എത്തും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഇനിയും കൂടുതൽ ഉയർച്ചയിൽ എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഓക്കെ. എനിക്ക് ഇനി നമ്മുടെ സാറിന്റെ വാക്ക് കേൾക്കട്ടെ. പറയൂ സാർ, 2 വാക്ക് പറയും, കേൾക്കട്ടെ. കുറെ അടി കിട്ടിയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഇനി ഒരുപാട് അടിച്ചു തരാട്ടോ. അതാണ് വാക്കുകളില്ല. അതാണ്. ഓക്കെ.